നമസ്കാരം, ഞാൻ പാർവതി. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 6ാം ദിനമായ ഇന്ന് 14 തിയേറ്ററുകളിലായി 67 ചിത്രങ്ങളും ചലച്ചിത്ര പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തുനിൽക്കുന്ന എച്ച് ഷാജി ഇൻ കോൺവെർസേഷൻ വിത്ത് പായൽ കപാടിയ എന്ന പരിപാടിയുമാണ് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഫസ്റ്റ് ഷോ എല്ലാ തിയേറ്ററുകളിലും തീരാറായി. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് നീ ക്യാപ്പ്. ഈ നീ ക്യാപ്പിൻ്റെ 3ാമത്തെ സ്ക്രീനിംഗ് ആണ് ടാഗോറിൽ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്ക്രീനിങ് കണ്ട ഒരാളാണ് ഞാൻ. വളരെ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് അത് തോന്നിയത്. ഇനി ശ്രീയിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ആദ്യത്തെ ഷോ എന്ന് പറയുന്നത് ബേബിയാണ്. ബേബി എന്ന് പറയുന്ന ഒരു സിനിമ ഒരു ബ്രസീലിയൻ ഹുക്കപ്പ് കൾച്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് എത്ര കണ്ട് മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഇന്ന് കൈരളിയിൽ 9 മണിക്ക് പ്രദർശിപ്പിച്ച ദ ക്യൂപിഡ് ഫോർ ദ സ്റ്റാർ എന്ന് പറയുന്ന 22 വയസ്സ് മാത്രം പ്രായമുള്ള ആദിത്യ ബേബി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇന്ന് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം രൂപ മാത്രം ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റി. അതും ഐഫോണിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉള്ളൊരു ചിത്രമാണ് ദ ക്യൂപിഡ് ഫോർ ദ സ്റ്റാർ. ഇനി നൂൺ ഷോയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്നത്തെ സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആവാസ വ്യൂഹം എന്ന ചിത്രമെടുത്ത് സ്റ്റേറ്റ് അവാർഡ് വിന്നറായ കൃഷാന്ത് ആർകെയുടെ ദ ആർട്ട് ഓഫ് വാർഫെയർ അല്ലെങ്കിൽ സംഘർഷഘടന എന്ന സിനിമയാണ് നമ്മുടെ ആദ്യത്തെ ഒരു സിനിമ ന്യൂൺ ഷോയിൽ വരുന്നത്. പുരുഷപ്രേതം കഴിഞ്ഞ് അദ്ദേഹം എടുത്തൊരു ചിത്രമാണ് ഈ സംഘർഷഘടന. ഈ ചിത്രത്തിൻ്റെ 2 സ്ക്രീനിങ്ങുകൾ കഴിഞ്ഞു. ആ 2 സ്ക്രീനിങ്ങുകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. അവിടെ വലിയൊരു ക്രൗഡാണ് കാണാൻ സാധിച്ചത്. അതുമാത്രമല്ല കൃഷാന്തിന് വളരെ നല്ലൊരു ഫാൻ ബേസ് കിട്ടാനും കൂടി ഈ IFFKയിലെ ഈ സ്ക്രീനിങ് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി കലാഭവനിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയാണ് ക്വിയർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ജെയിംസ് ബോണ്ടായി തിളങ്ങിയ ഡാനിയൽ ക്രെയ്ഗ് അഭിനയിക്കുന്ന ഒരു ചിത്രമാണ് ക്വിയർ. അത് ഓൾറെഡി റിലീസ് ചെയ്ത ഒരു ചിത്രമാണ്. അതുകൂടാതെ തന്നെ അത് ഒരുപാട് ആൾക്കാർ ജനശ്രദ്ധ നേടിയ ഒരു ചിത്രം കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു ചിത്രം പറയുന്നത് മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 അത് എന്ന സിനിമയാണ്. IFFK ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. അത് ടാഗോറിൽ 11:30 പ്രദർശനം എത്തുന്നത്. 3ാമത്തെ സ്ക്രീനിങ് ആണ് ഈ ചിത്രത്തിൻ്റെ. ഇനി അനോറ എന്ന് പറയുന്ന സീൻ ബേക്കറിൻ്റെ സിനിമയാണ് ഇന്നത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മൂവി. ഇത് 3ാമത്തെ സ്ക്രീനിങ് ആണ്. ആദ്യത്തെ 2 സ്ക്രീനിങ്ങിനും ഒരുപാട് ആൾക്കാർ വന്ന് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമയാണ്. ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാൻ ചലച്ചിത്രമേളയിൽ പാം ഡിയോർ കിട്ടിയ ഒരു ചിത്രമാണ് അനോറ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ 3ാമത്തെ സ്ക്രീനിങ്ങിനും ഒരുപാട് പേര് വന്ന് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഓഡി 6ൽ ഇന്ന് പ്രദർശിപ്പിക്കുന്ന ചിത്രമാണ് സെമൽവിയസ് എന്ന് പറയുന്ന ഒരു ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് എടുത്തൊരു ചിത്രം. അതും ഒരുപാട് ആളുകൾ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമയാണ്. ഇനി ന്യൂവിൽ ജഗദീഷ് അഭിനയിച്ച മലയാള സിനിമയായ ഇന്ദു ലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം എന്ന സിനിമയാണ് പ്രദർശിപ്പിക്കുന്നത്. അജന്തയിലോട്ട് വരികയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ജോണർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യങ് ഹാർട്ട്സ് എന്ന ഒരു സിനിമ കാണാൻ സാധിക്കും. ഇതിന് മുന്നേ ഉള്ള സ്ക്രീനിങ്ങിനും ഒരുപാട് നല്ല അഭിപ്രായം ലഭിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി കാണാൻ പോകുന്ന ഒരു സിനിമയാണ് യങ് ഹാർട്ട്സ്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഉച്ചയ്ക്ക് ഇനി 2:30 മുതൽ 3:30 വരെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായക പായൽ കപാടിയുമായിട്ട് എച്ച് ഷാജി നടത്തുന്ന സംഭാഷണമുള്ളത്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് ഇന്നത്തെ സ്കെഡ്യൂളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് നിലയിലാണ്. ആൻഡ് കലാഭവനിൽ 3:15 മലയാള സംവിധായകനായ വിപിൻ രാധാകൃഷ്ണൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ എടുത്തു പറയുന്ന ഒരു സിനിമയാണ്, തമിഴ് സിനിമയാണ് അങ്കമാൾ എന്ന് പറയുന്നത്. അങ്കമാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇനി ന്യൂവിൽ 3 മണിക്ക് ഒരു ആനിമേഷൻ ഫീൽ ഗുഡ് മൂവിയായ ചിക്കൻ ഫോർ ലിൻഡ ഉണ്ട്. ടാഗോറിൽ ഓൾറെഡി ഒരുപാട് ക്രിറ്റിക്കലി അക്ലെയിംഡ് ആയ ദ സബ്സ്റ്റൻസ് ആണ് പ്രദർശിപ്പിക്കുന്നത്. ഒരു ബോഡി ഹൊറർ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. അത് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ദ സബ്സ്റ്റൻസ് നൽകാൻ പോകുന്നത്. ഇന്ന് 6 മണിക്ക് ടാഗോറിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പ്രദർശിപ്പിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കാൻ ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയതും കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതുമായ സിനിമയായ പായൽ കപാടിയുടെ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് ആണ് പ്രദർശിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്ക്രീനിങ് ആണ് ടാഗോറിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ വരുമെന്നും നല്ലൊരു ക്രൗഡ് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്.
ഇനി ഓഡി 1-ൽ സീഡ് ഓഫ് സീക്രട്ട് ഫിഗ് എന്ന മികച്ചൊരു അഭിപ്രായമുള്ളൊരു സിനിമയാണ് 6 മണിക്ക് പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ന്യൂവിൽ വരികയാണെങ്കിൽ നമ്മൾ ഫെമിനിസ്റ്റ് ഫാത്തിമ, അതായത് ഫാസിൽ മുഹമ്മദ് എന്ന മലയാള സംവിധായകൻ്റെ ചിത്രമാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. അതിൻ്റെ 3ാമത്തെ സ്ക്രീനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് ന്യൂവിൽ. അതിൻ്റെ ആദ്യ 2 സ്ക്രീനിങ്ങിനും മികച്ച അഭിപ്രായമാണ് ലഭിച്ചത്. അതുമാത്രമല്ല, ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ IFFKയിലാണ് ഇത് പ്രീമിയർ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ എന്ന് പറയുന്നത് 29th IFFKയിലെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് പറയപ്പെടുന്ന ഓഡിയൻസ് പറയുന്നതിൽ ഒരു ഫിലിം ഉറപ്പായിട്ടും ഫെമിനിസ്റ്റ് ഫാത്തിമ തന്നെയായിരിക്കും. രാത്രി 8:30 നിലയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രം കോൺക്ലേവ് ആണ്. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് റോമിലി പോപ്പ് മരിച്ചതിന് ശേഷം ആ ഒരു അടുത്ത പോപ്പിനെ എലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമയാണ്. ഇനി പറയുകയാണെങ്കിൽ 9 മണിക്ക് ഓഡി 4-ൽ സെലീന ഗോമസ് അഭിനയിച്ചിട്ടുള്ള എമിലിയ പെരിസ് പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ മിഡ് നൈറ്റ് ഷോ എന്ന് പറയുന്നത് ലോങ് ലെഗ്സ് ആണ്. അതിനകത്ത് നിക്കോളസ് കേജ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ അഭിനേതാവ് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ്. ഇത് നേരത്തെ PVRലൊക്കെ ഇറങ്ങി ഒരുപാട് പേർ കണ്ടിട്ടുള്ള നല്ല അഭിപ്രായം ലഭിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നല്ലൊരു ഹൊറർ എക്സ്പീരിയൻസ് ലഭിക്കണം എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ചെന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഈ ലോങ് ലെഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സ്കെഡ്യൂളിൽ വളരെ പ്രധാനപ്പെട്ട ചില സിനിമകളാണ് ഞാനിവിടെ വിശദമായി പറഞ്ഞു പോയിട്ടുള്ളത്. ഇതല്ലാതെ മറ്റ് ചില സിനിമകളും പ്രദർശിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുന്നതും അൺറിസർവ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ പറ്റുന്നിടത്തോളം എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കണം. അതിൻ്റെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം. ഇനി ഇതിൻ്റെ എല്ലാം റിവ്യൂസ് നമ്മുടെ വരും പോസ്റ്റുകളിൽ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള സഹപാഠികൾ അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.